ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള റൈഫിൾ ക്ലബ്. അപ്പോൾ ഫസ്റ്റ് ഷോ തന്നെയാണ് കണ്ടത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 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 വെടിപ്പടമാണ്. വെടിപ്പടം എന്നത് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് സെൻസിലല്ല, പോസിറ്റീവ് സെൻസിൽ. ഇല്ലെങ്കിൽ മൊത്തം അങ്ങോട്ട് ഷൂട്ടിംഗ് ആണ്, മൊത്തം വെടിവെപ്പാണ്. അപ്പോൾ ആ തരത്തിൽ മൊത്തത്തിലൊരു വെടിപ്പടമാണ് ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. മൊത്തം ഒരു എനർജറ്റിക് പടമാണ്. അതിനകത്ത് വലിയ എന്താ പറയുന്നത് കഥ, വലിയ അത്തരത്തിലുള്ള ഒരു പ്ലോട്ടൊന്നും അതിനകത്തില്ല. ഒരു സിംഗിൾ ലൈനാണ്, ഒരു സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എന്താ പറയുന്നത് ഒരു ത്രെഡ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സിമ്പിളാണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സിനിമ അല്ലെങ്കിൽ സിനിമാ കഥ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള എന്തോ അവിടുന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നടക്കില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ, ആ കഥേനെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ റൈഫിൾ ക്ലബ് എന്ന് പറയുന്ന സിനിമയെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരെ കണ്ടിരിക്കാം എന്ന് തോന്നിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് സിനിമ എടുത്തിരിക്കുന്ന രീതിയാണ്, അതിന്റെ മേക്കിംഗ്. ആ ഒരു ആഷിഖ് കപൂറിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ക്രൂ ടീമിന്റെ മൊത്തത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ, ആ തരത്തിലുള്ള ഒരു മേക്കിംഗ്, അത് വളരെ നൈസായിട്ടുണ്ട്. ആ ഒരു പണി കൊണ്ട് നമുക്ക് സാധാരണ ആയിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കഥ പോലും നമുക്ക് 2-2.5 മണിക്കൂർ സുഖമായിട്ട് എനർജറ്റിക് ആയിട്ട് കണ്ടിരിക്കാം എന്നുള്ളതാണ് കാര്യം. പിന്നെ അതിൻ്റെ അടുത്ത് വരുമ്പോൾ കഥാപാത്രങ്ങൾ, ഒരു ക്ലബ്ബാണ്, ഒരു വലിയൊരു ക്ലബ്ബ് ഒരു സൈഡ്, ഒരു മാംഗ്ലൂർ ബേസ്ഡ് ഡോൺ ഒരു സൈഡ്. ഇങ്ങനെയാണ് സിനിമ പോകുന്നത്. അല്ലെങ്കിൽ മാംഗ്ലൂർ ബേസ്ഡ് ഡോൺ എന്ന് പറയുന്നത് അനുരാഗ് കശ്യപ് ആണ്. അപ്പോൾ അയാൾക്കൊരു 2 മക്കളുണ്ടായി. ഒരാളായിട്ടാണ് നമ്മുടെ ഹനുമാൻ കൈൻഡ് അപ്പോൾ നമ്മുടെ റാപ്പർ മലയാളി കൂടിയായിട്ടുള്ള നമ്മുടെ ഹനുമാൻ കൈൻഡ് സൂരജ്. ആ ഒരു സാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ഒരു ഡയലോഗ് ഡെലിവറീസ് ആയിക്കോട്ടെ, പുള്ളിക്കാരന്റെ ഒരു നടത്തം, നോട്ടം, പുള്ളിക്കാരന്റെ ഒരു ഡോണിന്റെ മകനാണ്. അപ്പൊ ആ തരത്തിൽ ഒരു മാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡോണിന്റെ മകൻ, മലയാളമൊക്കെ പറയുമ്പോൾ ആ തരത്തിൽ മലയാളം വരുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ ഒരു സംസാരിക്കുന്നതിന്റെ ഒരു സ്വാഗ്, ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്നതൊക്കെ പുഷ്പം പോലെയാണ്. സൂപ്പറായിട്ട് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഒരു ഡോണിന്റെ മകനായിട്ട് തന്നെ കാണാൻ പറ്റും ഹനുമാൻ കൈൻഡ്. അല്ലാതെ പുള്ളിക്കാരൻ ഇനിയും ഇതേപോലുള്ള സിനിമകളിൽ യൂസ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു അസറ്റാണ് പുള്ളിക്കാരൻ. രണ്ടാമത് ഇതിനകത്ത് വരുന്നത് വിജയരാഘവൻ, അതുപോലെ ദിലീഷ് പോത്തൻ, വിനീത്, ഇവരൊക്കെ അടങ്ങുന്ന ഇപ്പുറത്തൊരു ടീം. അതിലാണ് വാണി വിശ്വനാഥൊക്കെ വരുന്നത്. ഇപ്പുറത്ത് ഈ പറയുന്ന അനുരാഗ് കശ്യപ്, അതുപോലെ ഹനുമാൻ കൈൻഡ് തുടങ്ങിയിട്ടുള്ള ഡോണുകൾ ഒരു സൈഡ്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റാണ്. വാസ്തവത്തിൽ കഥ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റാണ്. ഈ 2 ഗ്രൂപ്പും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നൈറ്റ് വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നൈറ്റ് ഹണ്ട് ചെയ്യാൻ പോകുന്ന വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, നൈസായിട്ട്, ഒരു അരോചകമായിട്ട് തോന്നിയില്ല. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ സിനിമ കുറച്ച് ലാഗ് അടിക്കാനും ഇല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട പ്ലേസ് കൊടുക്കാൻ പറ്റാതെ സിനിമ ഒരു വലിച്ചിലോട്ട് പോകാറുണ്ട് സാധാരണ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവർക്കും, സിനിമയിലുള്ള എല്ലാവർക്കും ഓരോ റോളുകൾ കൊടുത്ത് അസൈൻ ചെയ്ത് സിനിമയെ ഒട്ടും ലാഗ് അടിപ്പിക്കാതെ, വലിച്ചു നീട്ടാതെ സംഭവം അങ്ങ് കാര്യത്തിലോട്ട് കിടക്കുക, എന്നിട്ട് അങ്ങോട്ട് പട്ടപട്ട വെടിവെപ്പ് സിനിമ. ഇതാണ് സംഭവം റൈഫിൾ ക്ലബ് എന്ന് പറയുന്നത്. വലിയൊരു കഥ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ കഥയുടെ ബേസിലായിട്ട് സിനിമ പോകണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമയാണെന്ന് വിചാരിക്കുക. മാത്രമല്ല ഒരു എന്താ പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള, ഇതുവരെ കാണാത്ത എന്തോ ഒന്ന് കാണുക എന്നൊക്കെ പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശയായിരിക്കും സിനിമ സമ്മാനിക്കുന്നത്. അതിനപ്പുറത്തോട്ട് ഒരു ആവറേജ് പടം, എന്താ പറയുന്നത് ഒരു പലവരുടെ ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആവറേജ് പടം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ്, പിന്നെ അങ്ങോട്ട് വെടിവെപ്പ് തുടങ്ങുകയാണ്, പിന്നെ ഇത് ചോദ്യം പറച്ചിലൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു എനർജറ്റിക് പടമാണ്. അപ്പൊ അത് ആ തരത്തിൽ കണ്ടിരിക്കാൻ, മേക്കിങ്ങിന്റെ ഒക്കെ ഒരു മികവ് കൊണ്ട് കണ്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ തരത്തിലാണ് പോകുന്നതെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഡിസപ്പോയിന്റഡ് ആവേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. ഇതിനകത്ത് ചെറിയൊരു സജഷൻ തോന്നിയത്, ഈ അനുരാഗ് കശ്യപ് എന്ന് പറയുന്ന ആള് വലിയ ഈ ദിലീഷ് പോത്തനായിട്ട് അനുരാഗ് കശ്യപ് നടത്തുന്ന കോൺവെർസേഷൻ ഉണ്ട്, വളരെ കോമഡി ആയിട്ട്. പിന്നെ ഡബിൾ മീനിങ് ആയിട്ടുള്ള കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡബിൾ മീനിങ് ആണ് എന്ന് തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. അതൊക്കെ മേ ബി വരികയാണെങ്കിൽ OTT റിലീസ് കഴിഞ്ഞെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് റീൽസ് ആവാനൊക്കെ സാധ്യതയുള്ള ഒരുപാട് ഡയലോഗ്സ് ഇതിനകത്തുണ്ട്, സീനുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ അനുരാഗ് കശ്യപ് ഒരു വലിയ വില്ലനായിട്ടാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. വലിയൊരു ഡോണാണ്. പുള്ളിക്കാരന്റെ 2 മക്കളും മരിച്ചുപോയി, ഇല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു. അപ്പൊ അതിന് പ്രതികാരം വീട്ടാൻ വരുന്ന ആളാണ് അനുരാഗ് കശ്യപ്. പക്ഷെ ആ ഒരു സാധനം ക്യാരക്ടർ അതുവരെ ബിൽഡ് ചെയ്തത് ഓക്കെ, പക്ഷെ അതിനുശേഷം ഒരു കളിപ്പാവ് പോലെ അല്ലെങ്കിൽ ഒരു അത്ര ടെററായിട്ടുള്ള ഒരു വില്ലനോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു
ശക്തനായിട്ടുള്ള ഒരു വില്ലനെ ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നല്ല വില്ലന്മാരില്ലെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡും വീക്കായിട്ടേ തോന്നുള്ളൂ. ഇപ്പുറത്തെ ഒരു വലിയ റൈഫിൾ ക്ലബ്ബും അപ്പുറത്ത് അനുരാഗ് കശ്യപ് മാത്രം. അപ്പോൾ ആ തരത്തിൽ കുറച്ചും കൂടി വില്ലൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യായിരുന്നു, കുറച്ചും കൂടി ബിൽഡ് ചെയ്ത് കുറച്ചും കൂടി കൊണ്ടുവരായിരുന്നു എന്ന് തോന്നി. അത് മാത്രമാണ് അതിനകത്തൊരു സജഷൻ ആയിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു ക്രിസ്മസ് ഗംഭീര പടം, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു എനർജിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ മൂവി റൈഫിൾ ക്ലബ്ബ്.